നമുക്കറിയാം തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ജാമ്യം ലഭിക്കാത്ത പശ്ചാത്തലമാണ്, ജയിലിൽ തുടരുകയാണ്. രാജീവരുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കുന്നുണ്ട്. ഇരു ജാമ്യ ഹർജികളിലും വാദം കേൾക്കുന്ന കോടതി SIT റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാകും തീരുമാനമെടുക്കുക. ജാമ്യം കിട്ടിയില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, ഇതുവരെ ജാമ്യം കിട്ടിയവർക്കൊക്കെ സ്വാഭാവിക ജാമ്യമായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാലതാമസം കൊണ്ടാണ് പ്രധാന പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടിയത്, പോറ്റി അടക്കം. പക്ഷേ ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, കോടതിയുടെ കനിവ് വേണ്ടിവരും, സ്വാഭാവികമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ, അത് എന്തെങ്കിലും തരത്തിൽ ഏതൊക്കെ വാദഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, എന്തെങ്കിലും സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതിഭാഗം? തീർച്ചയായും രജിത്ത്, ഇന്ന് വാദം തുടങ്ങുകയാണ് ജാമ്യ ഹർജിയിന്മേൽ. ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തനിക്ക് ഉത്തരവാദിത്വമുള്ളൂ എന്നാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും അതിൽ പറയുന്നുണ്ട്. നിലവിൽ ദ്വാരപാലക ശില്പ കേസിലും കട്ടളപ്പാളി കേസിലുമാണ് തന്ത്രിയെ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഈ ജയിൽ മോചിതരായ സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നതും ഇത് പരിഗണനയിലേക്ക് എത്തുന്നതും. അപ്പോൾ ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്ത്രിയെ ഓൺലൈൻ മുഖേനയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത്. കാരണം റിമാൻഡ് കാലാവധി തീർന്നതോടുകൂടിയാണ് ഓൺലൈൻ മുഖേന ഹാജരാക്കുകയും വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ SIT ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് തന്ത്രിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. തങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചികിത്സ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങുകയാണെങ്കിൽ കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ SITയുടെ റിപ്പോർട്ട് പ്രകാരം തന്ത്രിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ജാമ്യം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പ്രതിഭാഗമുള്ളത്. ശരി, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിശദമായ വാദം കൊല്ലം വിജിലൻസ് കോടതിയിൽ ആരംഭിക്കും. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം ഇന്ന് ആരംഭിക്കുകയാണ്. പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തും. കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. പിണറായി പാറപ്രം റോഡിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, വരും തെരഞ്ഞെടുപ്പിൽ BJP പ്രചരണായുധമാക്കുക ശബരിമല വിഷയം തന്നെ ആയിരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലമുണ്ട്. ഇതുമായി ചേർത്ത് വെക്കണം ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.